വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പറഞ്ഞറിയിക്കാനാവാത്ത സൗഭാഗ്യമാണ്. പള്ളികളിലും ഹിഫ്ള് കോളേജുകളിലും അത്തരത്തിലുള്ള ഒരുപാട് ഭാഗ്യവാന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റൊരു ദിക്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഒരു ഹാഫിളിനെ കണ്ടുമുട്ടിയാലോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെ കണ്ടു. അയാൾ മലയാളിയോ അറബിയോ അല്ല, തനി ബംഗാളിയായ ഒരു 18-കാരൻ പയ്യൻ. മുഹമ്മദ് റക്കീബുൽ എന്നാണ് അവന്റെ പേര്. ബാവിക്കര വലിയ ജമാഅത്ത് ജനറൽ സെക്രട്ടറി BA മുഹമ്മദ് കുഞ്ഞാണ് ആ കാഴ്ചയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. ഇവനാണ് ഞാൻ പറഞ്ഞ ഹാഫിൾ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ കോൺക്രീറ്റിന് വേണ്ടി ചെറുക്കളയിലെ ഒരു വീട്ടിൽ മണൽ ചുമക്കുകയായിരുന്ന ആ പയ്യനെ തന്നെ ഞാൻ നോക്കി നിന്നുപോയി. എന്നിട്ട് ചോദിച്ചു, പറ, ഇയാൾ ഹാഫിളാണോ? കേരളത്തിൽ നിറഞ്ഞിരിക്കുന്ന 1000 ബംഗാളികളിൽ ഒരുവനിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയും അവനിൽ കണ്ടില്ല. അതേ വേഷം, അതേ ഭാവം. അരികിലെത്തിയപ്പോൾ ഖുർആനെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഒന്ന് അവൻ പകച്ചുപോയി. ഒടുവിൽ മുഖം വിടർന്നു. പിന്നീട് അവൻ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد العمين. കൽക്കത്തയിലെ മുഹമ്മദ് കലീമുദ്ദീന്റെയും റാഹിമയുടെയും ഏകമകൻ. ഉപ്പ ഒരു മുസ്ലിയാരാണ്. അതുകൊണ്ട് തന്നെ മതവും മതപഠനവും അവന്റെ ജീവിതത്തോടൊപ്പമുണ്ടായിരുന്നു. ഉപ്പ ഏത് പള്ളിയിലാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ തുച്ഛമായ വരുമാനമാണെന്നും അതുകൊണ്ട് ഉപ്പ കൃഷിപ്പണിക്ക് പോവുകയാണെന്നും റക്കീബുൽ പറഞ്ഞു. മതരംഗത്ത് സജീവമാകാൻ ഒരുപാട് മോഹമുണ്ടായിട്ടും കൂലിപ്പണിയെടുക്കാൻ വേണ്ടി റക്കീബുലും കേരളത്തിലേക്ക് വണ്ടി കയറിയത് അവിടുത്തെ വരുമാനം ജീവിതത്തിൽ ഒന്നിനും മതിയാവാത്തത് കൊണ്ട് തന്നെയായിരുന്നു. वो बंगाली में थोड़ा कमती पैसा इधर वो भी काम करता है. मैं हाफिज पढ़ा, वो गांव में उधर काम कर गया था, थोड़ा पैसा मिलेगा इधर काम करके आया, इधर काम करके इसलिए. ഒരു പകൽ മുഴുവൻ കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോഴും പ്രാർത്ഥനയും വിശ്വാസവും മാറ്റിവെക്കാറില്ല ഒരിക്കലും. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന റക്കീബുൽ പണി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഖുർആൻ പാരായണം തുടങ്ങും. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക ബിദ്റക الذي أنقض ظهرك ورفعنا لك ذكرك. വിശ്വാസത്തിന്റെ വിനയവും വിശുദ്ധവാക്യത്തിന്റെ മഹിമയും റക്കീബുലിന്റെ ഓമനത്തമുള്ള മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അവൻ പിന്നെയും ഖുർആനിലൂടെ ജീവിതത്തെ ധന്യമാക്കുകയാണ്.